ഹലോ ഹായ്. പിന്നെ ഭയങ്കര വിശപ്പെട്ട രാവിലെ ചപ്പാത്തി ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കി, 2 ചപ്പാത്തി ഉണ്ടാക്കി, പിള്ളേർക്ക് പൂരി ഉണ്ടാക്കി. അപ്പോൾ ചപ്പാത്തി എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. എനിക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി. 4 ചപ്പാത്തി, 2 തിന്നോളൂ, ഞാനും 2 തിന്നോളൂ വിചാരിച്ചിട്ട് 4 ചപ്പാത്തി പൂരി ഉണ്ടാക്കി പിള്ളേർക്ക്. അങ്ങനെ ചപ്പാത്തി തിന്നിട്ടാ. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ണം കൊടുക്കാമല്ലോ, ഡയറ്റിങ്ങൊക്കെ ആവാലോ എന്ന് വിചാരിച്ചാൽ 2 ചപ്പാത്തി തിന്നിട്ട് എൻ്റെ മുന്നേ വിശപ്പ് കിടന്നില്ല. ഒരു പ്ലേറ്റ് ചോറാണ് തിന്നപ്പോണ്ടല്ലോ കറക്റ്റായിട്ട് വിശപ്പ് കിട്ടും. ഇപ്പം ഒന്ന് ആലോചിക്കുക. അപ്പം ഉണ്ടല്ലോ എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ ആങ്ങള ഭയങ്കര വണ്ണമാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ 2 ചപ്പാത്തി കൂടി വന്നാൽ ഒരു 3 ചപ്പാത്തി അതിൽ നിർത്തുമല്ലോ. ഇപ്പം ചപ്പാത്തി തിന്നണ എന്നൊക്കെ കണ്ടിട്ട് നമ്മൾ നെട്ടിപ്പോയി. അപ്പോൾ ഇവന് ഡയറ്റാണോ ചപ്പാത്തി എന്നിട്ടൊരു 12 മണിയായപ്പോൾ പിന്നെയും ചോറ് എടുത്തത്. ഇതേമാതിരി ഞാനും എൻ്റെ താത്തയും കൂടിയിട്ട് വണ്ണം കുറക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ ഉമ്മാനോട് പറഞ്ഞ് നിങ്ങൾക്ക് ചോറ് വേണ്ട, ഞങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും പൂള എന്തെങ്കിലും നമുക്കെന്തെങ്കിലും പേരക്കാപ്പളം അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാം, മാത്രം തിന്നാൽ മതി, അങ്ങനെ വെച്ച് തരില്ലേ ചാതിയായി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യണം. അങ്ങനെ ഫസ്റ്റത്തെ ദിവസമേ ആലോചിക്കണം. ഒരാപ്പിൾ നിന്ന് 2 ആളും കൂടി വർത്താനം പറഞ്ഞിട്ട് ഒരാപ്പിൾ നിന്ന് ഒരു പേരക്കുന്നു കുറേ വെള്ളം കുടിച്ചിട്ടാണ്. അപ്പോൾ ഇതാലോചിക്കണം കഴിഞ്ഞിട്ടാ. അപ്പോൾ ആ സമയത്ത് തലശ്ശേരി കടപ്പുറം മീനേ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ. മയോ മീൻ രാത്രിയാണ് മീൻ വരുന്നില്ല. അപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുഞ്ഞായില്ല കുട്ടിയാ, കുഞ്ഞ് ചാളക്ക് 2 ഏതോന്ന് തോന്നും. ഉമ്മ തട്ട് കൊടുന്നിട്ട് പച്ച മീനായിരുന്നു. ഉമ്മ തണ്ട് കൊടുന്നിട്ട് മിളകിട്ടു, നല്ല മിളക് ചാറിട്ട് വെച്ച് വെക്കൂട്ടാ. മണം മൂക്കിൽക്ക് ഇങ്ങനെ അടിച്ച് കയറണ മതി കേട്ടാ. ഇവളിങ്ങനെ നോക്കേണ്ട കേട്ടാ. ഇവൾ പറഞ്ഞിട്ടുണ്ട് ഞാനേ ചോറില്ല. അപ്പം ഉമ്മ നല്ല രസമുണ്ട് മക്കളെ, ഫ്രഷ് മീനാണ്, നല്ല രസമുണ്ട്, തിന്ന് നോക്കുന്ന. അപ്പം പോയമ്മ ബാക്കിയുള്ള വണ്ണം കുറഞ്ഞിട്ട് പറയും ഒന്നും ചെയ്യണില്ല എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ പറയും കിതക്കണ് കുടുംബത്തിൽ പണിയെടുക്കില്ല. ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉമ്മ എടുപ്പിക്കൂല, ആ എടുത്തിട്ടില്ലെങ്കിലും ഉമ്മക്ക് പ്രശ്നം. അപ്പം ഞാൻ വേണ്ട. അപ്പം ഉമ്മ മിളകിട്ടിട്ട് ചൂടോടെ 2-3 പൊരിച്ചിട്ട് ഉമ്മ നമ്മൾക്ക് ചോറ് വാരി തരുമ്പോൾ ഉമ്മ എന്നിട്ടുണ്ട് ഉമ്മ ചോറ് വാരി തരാം. എപ്പോഴും കളിപ്പിക്കും, എല്ലാവരും കളിപ്പിക്കുമ്പോൾ. അപ്പം ഒരു പിടി തിന്ന് നോക്കും, ഒരു പിടി തിന്നാൽ മതി. അപ്പം ഒരു പിടി തിന്നണമെന്നൊന്നും കുഴപ്പമില്ല. ഉമ്മ പറയുന്നത് ഒരു പിടി തിന്നണമെന്നൊന്നും കുഴപ്പമില്ല താത്ത, ഒരു പിടി തിന്നണോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കാണെങ്കിലോ ഈ മിളക് ചാറിൻ്റെ മണം അങ്ങോട്ട് നോക്കി നിൽക്കണമെങ്കിലോ നമ്മൾ ഈ ചാവക്കാടായതുകൊണ്ട് ഫ്രഷ് മീൻ തിന്നിട്ടേ ഇതുണ്ട് ചൂടോടെ മിളകിട്ടപ്പേ ചോറും ഒരു പിടിയാ 2 പിടിയാ. എൻ്റെ പൊന്നേ ഇതാണ്ട് കൊടുന്നാണ്ട് വെച്ചപ്പോണ്ടല്ലോ സത്യം ഉമ്മാൻ്റെ ഒരു പിടി മാറ്റി വെച്ചിട്ടേ ബാക്കിയുള്ള ചോറ് മൊത്തം തിന്നു ഞാനും എൻ്റെ താത്തയും. അങ്ങനെ ഡയറ്റിങ്ങിനുള്ള അതേമാതിരിട്ടുള്ളൊരവസ്ഥ. 2 ചപ്പാത്തി തിന്നിട്ട് എനിക്ക് വിശക്കണ്, എനിക്ക് എൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ വരക്കണം മതി. 2 ചപ്പാത്തി എനിക്കാണെങ്കിലോ പനി പിടിച്ച കാരണം ഒന്നും തിന്നാൻ പറ്റാണ്ട് 2 ചപ്പാത്തി തിന്നിട്ട് കൈയും കാലൊക്കെ ഇങ്ങനെ വരക്കണം മതി. പറഞ്ഞു എനിക്ക് പറ്റണില്ല. ഞാൻ കുറച്ച് ചായയും കുടിച്ചിട്ട് എൻ്റെ വയറിന് എന്താണാവും കുറച്ച് ചോറത് തിന്നപ്പോണ്ടല്ലോ മക്കളെ രാവിലെ തന്നെ എനിക്കൊരു ആശ്വാസം. പിന്നെ എങ്ങനെ ഡയറ്റ് ചെയ്യും, എങ്ങനെ പറയും ആക്രാന്തല്ല, വിശക്കണ്. ഇതിനിപ്പോൾ എന്താ പ്രത്യേകിച്ചിട്ട് ഒരു അപ്പം നമ്മൾ വണ്ണം കുറക്കണം, നമ്മൾ തന്നെ വിചാരിക്കണം. ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ സമ്മതിക്കാട്ടെ. എങ്ങനെ എനിക്ക് തോന്നുന്നു വീട്ടിലൊന്നും നേരം പോലെ ചോറും ചായയൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നല്ല മിളകിട്ട ചോറും നല്ല മിളകിട്ട മീൻകറിയും ചൂട് ചോറൊക്കെ ഉണ്ടല്ലോ. ആരാ ഡയറ്റ് എടുക്കുക സത്യം. ഓരോ ഇപ്പോഴാണെങ്കിൽ മീനിന് വില കൂടി, ഉണക്ക മീനൊക്കെ ഉണ്ട് പൊരിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നേ. ഞങ്ങളവിടെ എന്ന് വെച്ചാലിട്ടല്ലോ മീൻ നന്നായി കിട്ടുമ്പോൾ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണക്കമീനല്ല കൂടുതൽ, നമ്മളവിടെ തന്നെ ഉണക്കലിടും.
ഉപ്പിടും. ഞാനിവിടെ ചാളൊക്കെ വില കുറയുമ്പോൾ ഞാൻ ഉപ്പിട്ടേക്കാറുണ്ട്. ചാള അതിലൊക്കെ 1.5 കിലോ 2 കിലോനൊക്കെ 100 റുപ്യയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ടിട്ട് ഫീസറിലെല്ലാം താഴത്ത് ഞാൻ വെക്കാറുണ്ട്. നമ്മുടെ അടുത്തുള്ളവരെ കണ്ടു കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ ഞാൻ അപ്പോൾ ഒന്നും കിട്ടാണ്ടാവും, നമുക്ക് അതൊക്കെ കറി വെക്കാമല്ലോ. ആ ഒരു ഇതൊക്കെ വരിക. ഞാൻ വിചാരിക്കണം എന്നെ കൊണ്ടൊന്നും ഡയറ്റ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ എന്നെ വിചാരിക്കണം എൻ്റെ വണ്ണം കുറക്കണം. മീനും ഇറച്ചി ഒന്നുമില്ലെങ്കിലും ചോറും ചമ്മന്തി ഉണ്ടാക്കിയാലാണ് എൻ്റെ ഏറ്റവും കൺട്രോൾ പോണ. ചോറും ചമ്മന്തി എന്താ പറയുക, അതാണ് അവസ്ഥ. ചായക്കടി ഉണ്ടാക്കിയാൽ എനിക്ക് ചോറിന് ആവശ്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കാനൊക്കെ ഞാൻ നടന്നു വണ്ണം കുറക്കില്ല. എന്നാലും ഇവിടെയുള്ള മൊത്തം പണി എടുക്കേണ്ട. രാവിലെ എണീച്ചിട്ട് എന്തോ ഒരു പണി പറമ്പിലൊക്കെ ഞാൻ എടുത്തിട്ട് വണ്ണം കുറയില്ല. പാരമ്പര്യം കുറയും. നമ്മൾ മെനക്കെട്ടിരുന്നാൽ കുറയായിരിക്കും. അപ്പം അത്രയുള്ളൂ. ഇനി കുറ്റം പറയാനൊക്കെ വരുന്നവരൊക്കെ നേരം പോലെ വന്നിട്ട് കുറ്റം പറഞ്ഞു കമൻറ്റിൽ. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരും കമൻറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ.